കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് തോട്ടിലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാർട്ടാണ്. പക്ഷേ ഇതിൽ നിന്നും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അതായത് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാനേജ്മെൻറ്റ് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, വാട്ട് ആർ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ്? ഓക്കെ, കൊമേഴ്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കാണാം. നമുക്ക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് ഇത് ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവർക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് ടൈമിൽ കേട്ടിട്ടുണ്ട് മാനേജ്മെൻറ്റ്, നമ്മളൊരു കാര്യം മാനേജ് ചെയ്യുക, അത് തന്നെയാണ് മാനേജ്മെൻറ്റ്. നമ്മളൊരു കാര്യത്തെ മാനേജ് ചെയ്യുന്നു, അതിനെ കറക്റ്റായിട്ട് ചെയ്യുന്നു. നമുക്ക് എപ്പോഴും ഒരു മാനേജ്മെൻറ്റ് സ്കില്ലുണ്ടായിരിക്കണം. അതായത് എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു മാനേജ്മെൻറ്റാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു മീനിങ് പറയാം. മാനേജ്മെൻറ്റ് ഈസ് എ പർപ്പസീവ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡയറക്റ്റഡ് ഗ്രൂപ്പ് എഫേർട്സ് ടുവേഴ്സ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് സർട്ടൻ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഗോൾസുകൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി. അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഗോളായിരിക്കും അടുത്ത വർഷം ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ടാക്കുക, ഒരു 50 കോടി നമ്മുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ ഉണ്ടാക്കുക. അപ്പോൾ ആ 50 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സെയിൽസ് കൂട്ടാം അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാം, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് to effectively achieve the goals of the organization by efficiently using limited resources in the changing world. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ച്, നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഓർഗനൈസേഷൻ മാത്രമല്ല നമ്മളുടെ സൊസൈറ്റി ഫുള്ള് ഇപ്പോൾ എന്താണ്, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ സ്കേഴ്സ് റിസോഴ്സസുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ റിസോഴ്സസിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാം. ഇനി ഇവിടെ പ്രധാനപ്പെട്ട 2 ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മൾ തിങ്കേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കും. അതിൽ നമ്മൾ ഹെൻറി ഫയോള് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ മാനേജ്മെൻറ്റ് തിങ്കറുടെ ഹെൻറി ഫയോളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ വരുന്നതാണ് മേരി പാർക്കർ പോളറ്റ്, അങ്ങനെയുള്ള കുറച്ച് പേരെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ആരോട് ചോദിച്ചാലും മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നതാണ്, മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്താണ്, മറ്റുള്ളവരെ കൊണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് പറയാം, ആക്ടിവിറ്റീസ് ആളുകളെ കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു കലയാണ് മാനേജ്മെൻ്റ് എന്ന് പറയാം. മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെയാണോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത് അതിനെയാണ് നമ്മൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് ആരുടെ ഡെഫിനിഷനാണ്? മേരി പാർക്കർ പോളറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇത് PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് 4 ഓപ്ഷൻ തരും. എന്നിട്ട് ഈ ഓപ്ഷനിൽ ആരുടെ ഡെഫിനിഷനാണ് ഇതെന്ന് ചോദിക്കും. ഇത് ഒരു തവണ PSC എക്സാമിന് ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡെഫിനേഷൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന ഡെഫിനേഷൻ കൊണ്ടുവന്നത് മേരി പാർക്കർ പോളറ്റാണ് കൊണ്ടുവന്നത്. ക്ലിയർ? അടുത്ത ഹെൻറി ഫയോളും ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ് ആൻഡ് ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. മാനേജ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഒന്ന്, പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ അത് ആദ്യം പ്ലാൻ ചെയ്യും, പിന്നെ ഓർഗനൈസേഷനെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് വേണ്ടുന്ന കമാൻഡ്, നിർദ്ദേശങ്ങൾ നൽകും. എന്നിട്ട് ഇവയെല്ലാം എന്ത് ചെയ്യും, സംയോജിപ്പിക്കും, കോർഡിനേറ്റ് ചെയ്യും. ആൻഡ് കൺട്രോൾ ദ
ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ കൊണ്ടുവന്നതും ഹെൻറി ഫയോളാണ്. പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ 2 ഡെഫിനേഷനാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞത്, മേരി പാർക്കർ പോളറ്റിൻ്റെയും അതുപോലെ തന്നെ ഹെൻറി ഫയോളിൻ്റെയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് നമ്മൾ ബേസിക് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പം ചോദിക്കാം. താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിലേതാണ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് അറിയണ്ടേ, ഫീച്ചേഴ്സ് ഓർ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം ആ പോയിന്റ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. കാരണം എന്താ, ഒരുപാട് സബ്ജക്റ്റുകൾ ചേർന്നതാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പം മറ്റൊരു ഫീച്ചർ പഠിക്കാം. മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. എന്താണ്, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടർ. മാനേജ്മെൻറ്റ് എന്താണ്, യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടറാണ്. അതായത് മാനേജ്മെൻറ്റ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഇതൊരു യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്താണ്, ഒരു സോഷ്യൽ പ്രോസസ്സാണ്. കാരണം ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല, ഒരു പൊതു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഡൈനാമിക് ഫങ്ഷൻ ആവാം. ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫങ്ഷനാണ്, ഒരു ഡൈനാമിക് ഫങ്ഷനാണെന്ന് പറയാം. ഇനി മാനേജ്മെൻറ്റ് സയൻസ് ആസ് വെൽ ആസ് ആർട്ടാണ്. അത് നമ്മൾ നേച്ചർ, ഇനി ഒരു കോൺസെപ്റ്റ് പഠിക്കും നമ്മൾ, മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, സയൻസ്, പ്രൊഫഷൻ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയും. കുറച്ച് പേര് പറയുന്നുണ്ട് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്തൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. കുറച്ച് പേര് പറയുന്നത് മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ആർട്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നു മാനേജ്മെൻറ്റ് സയൻസും ആണ്, അതുപോലെ തന്നെ ആർട്ടുമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നു മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനുമാണ്. ഇത്രയാണ് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തിനു വേണ്ടിയാണ് ഈ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം മാനേജ്മെൻറ്റ് മീൻസ് ദ ചലഞ്ചസ് ഓഫ് ചേഞ്ചസ്. മാനേജ്മെൻറ്റ് ചലഞ്ചുകൾ, എന്ത് ചലഞ്ചാണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ചസ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പോട്ടെ, നമ്മുടെ സൊസൈറ്റിയിലായാലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസ് കാരണം വരുന്ന ചലഞ്ചുകളെ, അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കും. ദെൻ അക്കോംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്. നമ്മുടെ ഗോൾസ് എന്താണോ, ഗ്രൂപ്പ് ഗോൾസ് എന്താണോ, അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട്, അക്കോംപ്ലിഷ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഓരോ കാര്യങ്ങളെയും എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നോക്കിക്കാണുന്നുണ്ട്. നെക്സ്റ്റ് റിസോഴ്സസ് ഡെവലപ്മെൻറ്റ്. ഓർഗനൈസേഷനിൽ വേണ്ടുന്ന റിസോഴ്സസ്, ഇപ്പം മെന്നാവാം, മെറ്റീരിയൽ ആവാം, മെഷീൻസ് ആവാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതായത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, ഇപ്പം ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഓർഗനൈസേഷൻ ഓരോ ലെവൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കും. മാനേജ്മെൻറ്റ് ഡയറക്ട്സ് ദ ഓർഗനൈസേഷൻ. മാനേജ്മെൻ്റ് ആണ് ഒരു ഓർഗനൈസേഷനെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു മാനേജ്മെൻറ്റ് ഇല്ല, ഒരു ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്താനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മണി മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് ഒരു കാര്യവും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്.
ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു പിരമിഡ് ഷേപ്പിനാണ് നമ്മളെപ്പോഴും ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, രണ്ടാമത്തത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലാസ്റ്റ് വൺ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്ന് പറഞ്ഞ് മൂന്നായിട്ടാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഓരോ ഓർഗനൈസേഷനിൽ നമ്മളിപ്പോൾ ചെല്ലുമ്പം ഏറ്റവും ടോപ്പിലുള്ളത് അവിടുത്തെ ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ, CEO ഇങ്ങനത്തുള്ള പേഴ്സൺസ് ആയിരിക്കും എപ്പോഴും ടോപ്പ് ലെവലിനകത്ത് വരുന്നത്. മിഡിൽ ലെവൽ എന്ന് പറയുമ്പം ആ ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നവരാരൊക്കെയാണ്? ഇപ്പോൾ അവിടുത്തെ സീനിയർ മാനേജേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് ആവാം. ഇങ്ങനെ കുറച്ച് കാറ്റഗറി ആൾക്കാരാണ് എവിടെ വരുന്നത്? മിഡിൽ ലെവൽ മാനേജേഴ്സിനകത്ത് വരുന്നത്. ഇനി ലോവർ ലെവൽ മാനേജേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ വർക്കേഴ്സിനെ കൊണ്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്നത്, വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഇവർ പ്രത്യേകിച്ച് നോക്കുന്നതെന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിന് വർക്കേഴ്സുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എത്ര രീതിയിലാണ്? 3 ടൈപ്പാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ വരുന്നതാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ലൈക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം, CEO ആവാം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാം, പ്രസിഡൻ്റ് ആവാം, വൈസ് പ്രസിഡൻ്റ് ആവാം, മാനേജിങ് ഡയറക്ടർ ആവാം, അല്ലെങ്കിൽ ചെയർമാൻ ആവാം. ഇത്രയും പേര് വരുന്നതിനെയാണ് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് ലെവലിൽ ആരൊക്കെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചെയർമാൻ, MD, CEO, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. ഇനി ഇതിൻ്റെ താഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതെങ്കിലും ഒരു ലെവൽസ് ചോദിച്ചിട്ട് അവരുടെ കുറച്ച് ഫങ്ഷൻസ് തരും. എന്നിട്ട് ഇതിലേതൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരാത്ത ഫങ്ഷൻ ഏതാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരും. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതെന്താണെന്ന് മനസ്സിലാവണം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോളിസി ഫോർമുലേഷനാണ്. അതായത് ഓർഗനൈസേഷനിൽ ഓരോ പോളിസീസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇങ്ങനത്തുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യും? അവർ ഡിസൈഡ് ചെയ്യും. അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ പോളിസി ഫോർമുലേഷൻ എന്ന് പറയുന്നത് ആര് ചെയ്യുന്ന ഒരു ഇതാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ദെൻ കോർഡിനേറ്റഡ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അവിടെ കുറേ ഓർഗനൈസേഷനിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, കാറ്റർ ദ ഡിമാൻഡ് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ്. അതായത് പല പല ഗ്രൂപ്പുകൾക്ക് ഓരോ ആവശ്യങ്ങൾ കാണും. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതും ആരായിരിക്കും? ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, റെസ്പോൺസിബിൾ ഫോർ ദ ഓവറോൾ മാനേജ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ആയിരിക്കും. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എന്തൊക്കെയാണെന്ന് പറയാം. പ്രധാനമായിട്ടും പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ്. ഇവിടെ വരുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ഹെഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകളാണ് വരുന്നത്. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് വരും, പ്ലാന്റ് മാനേജേഴ്സ് വരും, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് വരും. ഇപ്പം നിങ്ങൾ ഓരോ ഓർഗനൈസേഷനിൽ കണ്ടിട്ടില്ലേ? അത് പ്രൊഡക്ഷൻ മാനേജറാണ്, അല്ലെങ്കിൽ സെയിൽസ് മാനേജറാണ്, ദെൻ പ്ലാന്റ് മാനേജേഴ്സ് ഉണ്ട്, ഇങ്ങനെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഹെഡിൻ്റെ മാനേജേഴ്സ് ഏത് ലെവൽസിലാണ് വരുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ് വരുന്നത്. ഇവർ ടോപ്പ് ലെവലിൻ്റെ തൊട്ട് താഴെയാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോപ്പ് ലെവലും അതുപോലെ തന്നെ ലോവർ ലെവലിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് ആരായിരിക്കും? മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. ടോപ്പ് ലെവലിനെയും ലോവർ ലെവലിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ദെൻ പ്രിപ്പയർ പോളിസീസ് ഫോർ ദെയർ ഡിപ്പാർട്ട്മെൻറ്റ്സ്.
ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് വേണ്ടുന്ന പോളിസീസ് ചെയ്യുന്ന ആരായിരിക്കും? മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഓർഗനൈസേഷൻ്റെ ഫുൾ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാ? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടുന്ന പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണ്? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഫോർ ബെറ്റർ ഫങ്ഷനിങ് ആൻഡ് ഫില്ലിംഗ് ഫ്യൂച്ചർ വേക്കൻസീസ് അറൈസിങ് ഇൻ ദ ഓർഗനൈസേഷൻസ്. അതായത് ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസിനും ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. എന്തിനാന്ന് വെച്ചാൽ ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന വേക്കൻസീസ് എത്രയ്ക്കാണെന്നൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും അവിടുത്തെ ഓരോ എംപ്ലോയീസിനും എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, മോട്ടിവേറ്റ് ദ വർക്കേഴ്സ് ടു സബോർഡിനേറ്റ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് വിൽ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ആദ്യം ഒരു വ്യക്തികൾക്ക് വേണ്ടത് എന്താണ്? ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. പിന്നീടാണ് അവർക്ക് എന്ത് വേണ്ടത്? ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് വേണ്ടത്. അപ്പോൾ ഓരോ എംപ്ലോയീസിനെയും എന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യുന്നതും ആരായിരിക്കും? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്താ? ഒന്ന്, ടോപ്പ് ലെവലിനെയും ലോവർ ലെവലിനെയും എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. ദെൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടുന്ന പോളിസീസ് എന്ത് ചെയ്യുന്നു? ഫോർമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് വരുന്നതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും താഴെ എന്താണ്? ടോപ്പ്, മിഡിൽ, ദെൻ ലാസ്റ്റ് വരുന്നതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ്. നമുക്കറിയാം ഓർഗനൈസേഷനിൽ സൂപ്പർവൈസേഴ്സ് വരെ ഏത് ലെവലിൽ വരുന്നതാണ്? മാനേജ്മെൻറ്റ് ലെവലിൽ. നിങ്ങൾ ഇനിയും ഫ്യൂച്ചറിൽ ഏതെങ്കിലും കമ്പനീസൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർവൈസേഴ്സ് വരെ ഏതാണ്? മാനേജിങ് കാറ്റഗറിയിലാണ് വരുന്നത്. അവർ മാനേജ്മെൻറ്റ് എന്താണ്? വർക്കേഴ്സ് അതും കഴിഞ്ഞിട്ട് വരുന്നതാണ് അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് വരുന്നത്. അപ്പം മാനേജേഴ്സിനെ നമ്മൾ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനെ നമ്മൾ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് എന്ന് വിളിക്കും. നമ്മുടെ ഫോർമാനൊക്കെ, അതായത് ഓരോരുത്തരെ സൂപ്പർവൈസ് ചെയ്യുന്നവരെയാണ് ഫോർമാൻ എന്ന് പറയുന്നത്. അതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്നതാണ്. ഇവിടെ വരുന്നത് സൂപ്പർവൈസേഴ്സ് വരാം, അല്ലെങ്കിൽ ഓഫീസ് മാനേജേഴ്സും ഈ ഒരു കാറ്റഗറിയിൽ വരാം. അപ്പോൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവർ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു എന്താണ്? ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് എന്നോ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് എന്നോ വിളിക്കാറുണ്ട്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൂടെ ഒന്ന് നോക്കുക. മെയിൻലി സീനിയർ സൂപ്പർവൈസേഴ്സ്, ഇമ്മീഡിയറ്റ് സൂപ്പർവൈസേഴ്സ് ആൻഡ് ഫ്രണ്ട് ലൈൻ സൂപ്പർവൈസേഴ്സ്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സീനിയർ സൂപ്പർവൈസേഴ്സ്, ഇമ്മീഡിയറ്റ് സൂപ്പർവൈസേഴ്സ് ആൻഡ് ഫ്രണ്ട് ലൈൻ സൂപ്പർവൈസേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് ലെവൽ ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് വർക്കേഴ്സ്. ഇവർ വർക്കേഴ്സും ആയിട്ട് എന്ത് ചെയ്തേക്കുവാണ്? ഡയറക്ട്ലി റിലേറ്റ് ചെയ്തേക്കുവാണ്. ടോപ്പ് ലെവലോ മിഡിൽ ലെവലോ വർക്കേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്നില്ല. ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഫങ്ഷൻസ് ഒക്കെ എന്താണ്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, പ്ലാൻ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഒരു ഓർഗനൈസേഷനിൽ ഡേ ടു ഡേ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നോക്കുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. രണ്ടാമത്, സൂപ്പർവൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഗീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു സബോർഡിനേറ്റ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ഓർഡറും ഇൻസ്ട്രക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. അതായത് ഇപ്പോൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ, അവരെത്രത്തോളം വർക്ക് ചെയ്തു, ഓരോ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എത്രയാണ്, ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ട്രെയിൻ ദ എംപ്ലോയീസ് ടു പെർഫോം ബെറ്റർ. ഓരോ എംപ്ലോയീസും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അവർക്ക് അതിനാവശ്യമുള്ള ട്രെയിനിങ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നേച്ചർ ചോദിക്കാം. ദെൻ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷനും ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. അപ്പം നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക്